യുദ്ധത്തടവുകാരെയും റഷ്യയിലേക്ക് നിർബന്ധിതമായി അയച്ച ഉക്രൈനിയൻ കുട്ടികളെയും മോചിപ്പിക്കണമെന്ന നിർദ്ദേശവും ഉക്രൈൻ മുന്നോട്ട് വെച്ചു. യുഎസിൽ നിന്നും വിശദീകരണം ലഭിക്കാൻ കാത്തിരിക്കുകയാണെന്നാണ് റഷ്യയുടെ പ്രതികരണം. അതേസമയം കരാറിന്റെ അസാധാരണ സ്വഭാവവും ചർച്ചയാകുന്നുണ്ട്. സാധാരണയായി വെടിനിർത്തൽ കരാറുകളിൽ ധാരണയാകുന്നത് യുദ്ധത്തിൽ പങ്കാളികളായ രാജ്യങ്ങൾ തമ്മിലാണ്. സംഘർഷത്തിലുള്ള ഒരു രാജ്യവും സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യവും തമ്മിലല്ല. സൈനിക സഹായം ലഭിക്കാൻ യുഎസ് നിർദ്ദേശങ്ങൾക്ക് ഉക്രൈൻ വഴങ്ങിയെന്നും വിലയിരുത്തലുണ്ട്. യുദ്ധവിരാമത്തിന്റെ രൂപരേഖ അംഗീകരിക്കാൻ ഉക്രൈൻ നിർബന്ധിക്കുന്നതിനായാണ് യുഎസ് സൈനിക രഹസ്യാന്വേഷണ സഹായം പിൻവലിച്ചത്. ഈ സാഹചര്യത്തിൽ കരാർ അംഗീകരിക്കാതെ ഉക്രൈന് മറ്റു മാർഗങ്ങളില്ല. വ്യവസ്ഥകൾ അംഗീകരിച്ചതിന് പിന്നാലെ സൈനിക സഹായം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഫെബ്രുവരി 28-ന് വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച സംഘർഷത്തിലെത്തിയതിനെ തുടർന്ന് ഉക്രൈനുള്ള സൈനിക രഹസ്യാന്വേഷണ സഹായം യുഎസ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. സൈനിക സഹായത്തെയും ധാതു കരാറിനെയും കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും സെലൻസ്കി ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന സുരക്ഷാ ഉറപ്പുകളെക്കുറിച്ച് പ്രസ്താവനയിൽ പരാമർശമില്ല. യുഎസ് സുരക്ഷാ ഗ്യാരണ്ടികൾ നൽകുമെന്ന ആശയം ട്രംപ് ആവർത്തിച്ച് നിരസിച്ചിട്ടുണ്ട്. ധാതു ഇടപാടിലൂടെ ഉക്രൈനിലെ യുഎസ് നിക്ഷേപം ഒരു സുരക്ഷാ ഉറപ്പായി വർത്തിക്കുമെന്നാണ് ട്രംപിന്റെ വാദം. വെടിനിർത്തലിന് സമ്മതിക്കുന്നതിന് കൂടുതൽ വ്യവസ്ഥകൾക്കായി സമ്മർദ്ദം ചെലുത്താൻ സാഹചര്യമുണ്ടെന്നിരിക്കെ അധിക ആവശ്യങ്ങൾ ഉന്നയിക്കാതെ റഷ്യ നിലവിലെ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിലും അത് അസാധാരണമാണ്.